സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ തേനീച്ചപ്പെട്ടിയാണ്. അപ്പോൾ നമ്മൾ തേൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എക്സ്ട്രാക്ടർ. ഇത് നമ്മൾ അതിൻ്റെ ഇത് അട ചെത്തിയിടുന്ന ഇതാണ്. ഇത് നമ്മുടെ സ്മോക്കർ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇവിടെ ഒന്ന് സ്മോക്ക് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ വാതിക്കൊന്ന് സ്മോക്ക് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കെട്ടഴിച്ചിട്ട് കെട്ട് പതുക്കെ അഴിച്ച് ഈ ഷീറ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ മൂടി പലക ഒന്ന് പതുക്കെ ഒന്ന് തുറക്കും. അപ്പോൾ ഈ മൂടിപ്പല നമ്മൾ തുറക്കുമ്പോൾ ഇതിൽ ചിലപ്പോൾ മുകളിലേക്ക് അവർ പിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് നോക്കണം, നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ പതുക്കെ ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അതിൽ ബലം ഉണ്ടോ എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ തുറക്കുക. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ നിറയെ തേനീച്ച ഉണ്ടാവും. അപ്പോൾ ഇതിനെ ഇങ്ങനെ കമഴ്ത്തി ഇവിടെ നമ്മൾ വയ്ക്കും. വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ അട എടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ തേനടയാണ് ഈ കാണുന്നത്. 5 ഫ്രെയിമുണ്ട് ഇതിനകത്ത്. 4 വയ്ക്കാം. നന്നായിട്ട് തേൻ വരുന്ന സ്ഥലമാണെങ്കിൽ 4 വയ്ക്കാം, അല്ലെങ്കിൽ 5 വയ്ക്കാം. സാധാരണ ആളുകൾ 4ഉം 5ഉം ഒക്കെ വയ്ക്കും. പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടുതൽ തേൻ വരുന്നുണ്ടെങ്കിൽ സൂപ്പർ വയ്ക്കും. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് തേൻ കൂടുതൽ വന്നു തുടങ്ങിയത് കൊണ്ടാണ് ഇവരിങ്ങനെ അത് കെട്ടുന്നത്, ഈ മുകളിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മളൊന്ന് പതുക്കൊന്ന് സ്മോക്ക് ചെയ്ത് കൊടുത്താൽ ഇത് അങ്ങ് പോവും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോ അട എടുക്കുക. ഇതിനകത്ത് ഇങ്ങനെ തേൻ ഇങ്ങനെയുണ്ട്. ഇത് സാധാരണ രീതിയിൽ ഇതാണ്. അത് കണ്ടോ, സീൽ ചെയ്തതിൻ്റെ അർത്ഥം ഈ തേൻ അതിൻ്റെ ഡീവാട്ടറിങ് ഇവരുടെ കഴിഞ്ഞു എന്നുള്ളതാണ്. കണ്ട. അപ്പോൾ ഇതാണ് ഇത് സീൽ ചെയ്ത ഇതിങ്ങനെ സീൽ ചെയ്തേക്കാണ്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഇതിനെ പതുക്കെ ഈ സീലിംഗ് ചെത്തിക്കളയണം. അപ്പോൾ ചെത്തിക്കളയാനായിട്ട് ഇങ്ങനെ ഈ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ ചെത്തും. എപ്പോഴും നമ്മൾ പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മുടെ ബോഡി പ്രൊട്ടക്ഷൻ നമുക്ക് വേണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് തേനീച്ച എന്ന് പറഞ്ഞാൽ വിഷമുള്ള ഒരു ജീവിയാണ്. ഇതിൻ്റെ കുത്തൽ കിട്ടിയാൽ അതിന് വിഷമുണ്ട്. നമ്മൾ ഒരു ദിവസം ഒരു 10-50 കൂടൊക്കെ എടുക്കുന്ന കാരണം നമുക്ക് പിന്നെ ഉള്ളിൽ എക്സ്ട്രാക്ടറിലേക്ക് ഇങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത അടയെടുക്കുക. അത് ചെത്താനുള്ളത് നമ്മൾ ചെത്തിയെടുക്കണം. ചെത്തണമെന്ന് വെച്ചാൽ ഈ ഈച്ച അടച്ചു വെച്ചേക്കാണ്. അതിൻ്റെ ഡീവാട്ടറിങ് കഴിഞ്ഞിട്ട് അടച്ചു വെച്ചേക്കാണ്. നമ്മൾ ഇങ്ങനെ ഇട്ട് ഒരു എക്സ്ട്രാക്ടറിലേക്ക് ഒരു പ്രാവശ്യം 2 അടയാണ് നമുക്ക് ഇടാൻ പറ്റുക. 4 ഇടുന്നതുണ്ട്. വലിയ എക്സ്ട്രാക്ടറിൽ 6ഉം 10ഉം ഒക്കെ ഇടുന്നതുണ്ട്. എന്നിട്ട് ഇങ്ങനെ പതുക്കെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ സൈഡിലേക്ക് ഈ തേൻ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഇതുകൊണ്ട് ആ തേൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യും. അത് കഴിയുമ്പോൾ ഒരു സൈഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അടേനെ എടുത്ത് ഇങ്ങോട്ട് ഇടുക, ഇപ്പുറത്തേക്ക് ഇടുക. ഇത് അടയുടെ 2 സൈഡിലായിട്ടാണ് തേൻ ശേഖരിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി വീണ്ടും ഒന്ന് കറക്റ്റാണ്. കറക്കി കഴിഞ്ഞാൽ ഈ തേൻ മുഴുവൻ ഇതിനകത്ത് പോകുന്നു. ഇപ്പോൾ ഇത് കാലിയായി. ഇത് രണ്ടും കാലിയായി. ഈ 2 അടയും കാലിയായി. ഈ തേൻ ഇതിനകത്തേക്ക് വീണു. ഇതിൻ്റെ ഉള്ളിൽ ആണ് ഈ തേൻ കിടക്കുന്നത്. അപ്പോൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ ഓരോ അടകളും എടുത്തിട്ട് നമ്മൾ ചെയ്യുക. വീണ്ടും ഈ അടകൾ നമ്മൾ റീപ്ലേസ് ചെയ്യാം. ഇതിൻ്റെ ലാസ്റ്റ് അടയും കൂടി നമ്മൾ എടുക്കുകയാണ്.
കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഈച്ച ഒന്ന് മയങ്ങും. ആ മയങ്ങി കഴിയുമ്പോൾ നമ്മളെ കൊത്താനുള്ള ടെൻഡൻസി ഇതിന് കുറയും, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് ആക്രമിക്കും. ഇതൊക്കെ ഡീവാട്ടറിങ് കഴിഞ്ഞിട്ട്, ഈച്ചയുടെ തന്നെ ഡീവാട്ടറിങ് കഴിഞ്ഞിട്ട് അവർ സൂക്ഷിക്കാനായിട്ട്, ഈ തേൻ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്, ക്ഷാമകാലത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ഷാമകാലത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാനുള്ള തേനാണ് നമ്മൾ എടുക്കുന്നത്. അത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ക്ഷാമകാലത്ത് അപ്പോൾ അവർ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിന് പഞ്ചസാര ലായനി കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന പഞ്ചസാര ലായനി കണ്ടിട്ടാണ് ചില ആൾക്കാർ പറയുക ഈ തേൻ മുഴുവൻ പഞ്ചസാരയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. തേൻ പഞ്ചസാരയിൽ നിന്നല്ല ഉണ്ടാക്കുന്നത്, അത് പ്രകൃതിദത്തമായ പൂക്കളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അത് തേൻകാലം എന്ന് പറഞ്ഞാൽ 3 ഇതാണ് സാധാരണ ഒരു തേനീച്ചയുടെ ഇതെന്ന് പറയുന്നത്. അത് അതിൻ്റെ തേനെടുക്കുന്ന ഒരു സമയം, പിന്നെ അതിൻ്റെ പ്രജനനകാലം, പിന്നെ ക്ഷാമകാലം. ഈ ക്ഷാമകാലത്ത് നമ്മൾ അതിന് ഇത് കൊടുത്തുകൊണ്ടിരിക്കും, പഞ്ചസാര ലായനി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ പഞ്ചസാര ലായനി ഒരിക്കലും നമ്മുടെ തേനിലേക്ക് വരില്ല. കാരണം അത് ഡിസംബറോട് കൂടിയിട്ടൊക്കെ, ഡിസംബറിന് മുമ്പ് തന്നെ നവംബർ അവസാനമാകുമ്പോഴേക്കും തേനീച്ചയുടെ ഈ കൊടുക്കുന്ന പഞ്ചസാര ലായനി കൊടുക്കുന്ന സമയമൊക്കെ നമ്മൾ അവസാനിക്കും. ഇത് തിരിച്ച് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ തേനീച്ച കൊത്തിയതാണ് ഈ കാണുന്നത്. തേനീച്ച അതിൻ്റെ കൊമ്പാണായിരിക്കുന്നത്. അപ്പോൾ ആ കൊമ്പിന് നമ്മൾ ഇങ്ങനെ വിഷം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ സിറിഞ്ചിൽ കൂടെ വിഷം കയറണമാരങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അത് അനങ്ങുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. തന്നെ ഇരുന്ന് അനങ്ങി ഇത് ചെയ്യും. അപ്പോൾ അതിനെ പതുക്കെ നമ്മളിങ്ങനെ തട്ടിക്കളയണം. എൻ്റെ ശരീരത്തിലേക്ക് അത്രയും ഇതിൻ്റെ വിഷം കയറിയിട്ടുണ്ട്. ഇതൊക്കെ കൊമ്പുകളാണ്. അപ്പോൾ കുത്ത് കിട്ടും. അത് ഒക്കെ കണക്കാക്കിയിട്ട് വേണം ഈ പരിപാടിക്ക് പോകാനായിട്ട്. പിന്നെ ഇതിൻ്റെ ബ്രൂഡർ ചേമ്പർ നമ്മളൊന്ന് നോക്കണം. ഇതാണ് ബ്രൂഡർ ചേമ്പർ. അപ്പോൾ ഇതിനകത്ത് 6 അടയാണ് ഉണ്ടാവുക. അതിനകത്താണ് മുട്ടയും കുഞ്ഞും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ മേപ്പോട്ട് കെട്ടിയുണ്ടാവും. ആ കെട്ടിയുന്നതൊക്കെ നമ്മളിങ്ങനെ പൊളിച്ചെടുക്കും. ഇതിൻ്റെ ഉള്ളിൽ നിറയെ തേനീച്ചകളാണ്. അപ്പോൾ അതിനൊക്കെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ പിന്നെ ഇതിൻ്റെ അടിഭാഗം ഒന്ന് നോക്കണം. അതിനകത്ത് പുഴുക്കളുടെ ആക്രമണം ഉണ്ടാവും. മെഴുക് പുഴുവെന്ന് പറയും. ഈ മെഴുക് പുഴുക്കളാണ് ഇരിക്കുന്നത്. ഈ പുഴുക്കൾ വലുതായി വന്നാൽ ഇത് വേറെ ഒരു കറുത്ത ഒരു ഉണ്ട്. ഈ പുഴുവിനെല്ലാം നമ്മൾ ഈ മെഴുകിനെ, ഇതിൽ നിന്ന് വീഴുന്ന മെഴുകിനെ തിന്നാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നത്. എപ്പോഴും എടുക്കുമ്പോൾ ഈ അടിപ്പലകയും കൂടി നമ്മൾ വൃത്തിയാക്കിയിട്ട് വേണം വെക്കാനായിട്ട്. എന്താകുമ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഈച്ച മുഴുവൻ അതിനകത്തേക്ക് കയറി. ഈച്ച ഇരുന്ന് കൊത്തുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കൊത്തിയ ഈച്ച അത് ചത്തുപോകും. അതിൻ്റെ ബാക്കിൽ ആ ഭാഗമാണ് ആ നേരത്തെ കാണിച്ചു തന്നത്. അത് നമ്മുടെ അപ്പോൾ ഇതാണ് ഒരു തേനെടുക്കുന്ന മെത്തേഡ് ഇതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാവർക്കും ഇങ്ങനെ വളർത്താം. എന്തായാലും ഒരു വീട്ടിലൊരു തേനീച്ചപ്പെട്ടിയെങ്കിലും ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ
നമ്മളെല്ലാവരും തേനീച്ചകളെ വളർത്തുക. ഈ തേനീച്ചയാണ് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടായിക്കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ ഈ പരാഗണം നടത്തുന്നത്. തേനീച്ചകൾ നശിച്ചാൽ ലോകത്തു നിന്ന് നശിച്ചു പോയാൽ ലോകം തന്നെ നശിച്ചു പോകുമെന്നാണ് പറയുക. ഒരു 4-5 വർഷത്തിനുള്ളിൽ ലോകം തന്നെ നശിച്ചു പോകും. കാരണം പൂക്കൾ പരാഗണം നടക്കില്ല. അപ്പോൾ എല്ലാവരും നല്ല തേൻ ഉപയോഗിക്കുക, ദിവസം ഉപയോഗിക്കുക, നമ്മുടെ ആരോഗ്യം നിലനിർത്തുക. എല്ലാവർക്കും എ ഗുഡ് ഡേ.